ഇറ്റ്സ് മീ മാത്രമാണ് കേട്ടോ. ആകാശത്തിനടിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കും. സോ ഐ ലിസണിങ് ടു മാത്തൻ ദ മലയാളം പോഡ്കാസ്റ്റ്. അപ്പൊ എങ്ങനെയാ, കൂടെ കൂടുന്നില്ലേ? നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം പറയും, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ, അങ്ങനെ ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാട് ഉണ്ടാവാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾക്കതിൽ നിന്ന് വലിയ പ്രതിഫലമൊന്നും കിട്ടാനുള്ള വഴിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 0 ആയിരിക്കും, നള്ളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വാച്ച് നോക്കാതെ, ക്ലോക്ക് നോക്കാതെ, വിത്തൗട്ട് ചുറ്റും എന്താ നടക്കുന്ന അറിയാതെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദാറ്റ്സ് ടു ഗ്രേറ്റ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഞാനൊക്കെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലൊക്കെ പഠിച്ചതായാലും അല്ലെങ്കിൽ മുമ്പോട്ട് പോയ സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ ഓരോ പ്രാവശ്യം ചില സബ്ജക്റ്റൊക്കെ എടുക്കുമ്പം ദിസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയും. അത് കാരണം എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ ഞാൻ പഠിക്കാൻ കുറേ സഫർ ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ചില കാര്യങ്ങളിൽ, ചില സബ്ജക്റ്റ് കാണുമ്പോഴും ചില കാര്യങ്ങൾ ലൈഫിൽ വരുമ്പോഴും ചെയ്യുമ്പോൾ ഞാൻ അറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ പഠിപ്പിക്കുന്ന കാര്യം, പല കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ അറിയില്ല, ടൈം പോകുന്ന അറിയില്ല. ഞാൻ വാച്ച് നോക്കാറില്ല, ബിക്കോസ് ദാറ്റ്സ് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ചിന്തിച്ച് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില കൂട്ടരുണ്ട്. പക്ഷെ അത് അവരുടെ ഇഷ്ടവും ഒക്കെ ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് അങ്ങനെയൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ നമുക്ക് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചവർ. അവരൊക്കെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അച്ഛനോടും അമ്മയോടൊക്കെ, അമ്മയ്ക്ക് എന്തായിരുന്നു അവനിഷ്ടം, അച്ഛൻ എന്തായിരുന്നു അവനിഷ്ടം, അത് തന്നെയാണ് നടന്നത്, ലൈഫിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് മക്കളായി നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും? കുറവായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. കാരണം നമ്മുടെ ചുറ്റുപാട് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ മുത്തശ്ശിയോടും അമ്മമ്മനോടൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അമ്മമ്മനെ പാലമ്മ എന്ന് വിളിക്കുക. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എന്താവാനായിരുന്നു ആഗ്രഹം. എൻ്റെ അമ്മമ്മയ്ക്ക് പോലീസാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് പറ്റില്ല. കാരണം പുള്ളിക്കാരി 12-ാം വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 21-ാം വയസ്സിൽ 3 പെൺകുട്ടികളുടെ അമ്മയായി. അത് കഴിഞ്ഞ് ഡിവോഴ്സ്. പിന്നെ പുള്ളിക്കാരി ഗൾഫിൽ പോയി. അപ്പോഴത്തേക്കും 15-ാം വയസ്സിലോ എങ്ങാണ്ടൊക്കെ പുള്ളിക്കാരി എന്തെല്ലാമൊക്കെ ചെയ്ത് കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ലൈഫൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. പക്ഷേ 21-ാം വയസ്സിൽ ഡിവോഴ്സ് ആയി. ആലോചിക്കണം, ഇപ്പോഴേ ഈ കാലഘട്ടത്തിൽ 21 വയസ്സിലൊക്കെ എന്ന് പറയുമ്പം കുട്ടികളൊക്കെ ചാടി ഓടി നടക്കുന്ന പ്രായമാണ്. പണ്ട് ഈ ബാലവിവാഹമൊക്കെ ഭയങ്കര പോസിബിളായ കാര്യമാണല്ലോ. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ അല്ലേ, ഭയങ്കര മാറ്റമുണ്ട്. സോ എൻ്റെ അമ്മമ്മയ്ക്ക് പോലീസിൽ സെലക്ഷനൊക്കെ കിട്ടിയതാണ്. പക്ഷേ പുള്ളിക്കാരി വിട്ടില്ല. അതങ്ങനെ മറ്റൊരു കഥ. അപ്പം എല്ലാവർക്കും എല്ലാ ലൈഫിലൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്. ആർക്ക് വേണ്ടിയൊന്നും മാറ്റിയൊന്നും വെക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യൂ. നിങ്ങളുടെ 24 hours ടൈമിൽ ഞാൻ എപ്പോഴും തിരക്കാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, പറയുന്ന ആൾക്കാരോട് പറയാം, ആരും 24 മണിക്കൂറും തിരക്കല്ല. എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പോകുന്നു, പോഡ്കാസ്റ്റ് എങ്ങനെ ചെയ്യുന്നു, ഞാൻ ജോലിക്ക് എങ്ങനെ പോകുന്നു, ഞാൻ പഠിപ്പിക്കാൻ എങ്ങനെ പോകുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കാൻ എങ്ങനെ പോകുന്നു, നിനക്കൊരു ദിവസം മതിയോ തികയോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ 24 മണിക്കൂറും തിരക്കൊന്നും അല്ലടോ എന്നാ പറയുക. ഇതിൽ ഈ എൻ്റെ റുട്ടീനിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെയാണ്. എല്ലാം കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. എൻ്റെ പഠിത്തമായാലും, എൻ്റെ PG പഠിത്തമായാലും, ഞാൻ ചെയ്യുന്ന ജോലി ആയാലും, അല്ലെങ്കിൽ ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ജോലി ആയാലും, ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും, അതിൻ്റെ കൂടെ തന്നെ മോറോവർ സ്വന്തമായി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിപ്പിക്കുന്നതായാലും, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിലും, പോഡ്കാസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും, അല്ലാതെ എൻ്റെ കുക്കിങ്ങും ഹോബീസും വീണപിടുത്തവും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എന്നാലും എൻ്റെ ജോലിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, എല്ലാം കൂടെ പറയുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യും, കഷ്ടപ്പെടാതെ അത്രയില്ല. സോ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ മാത്രമാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡ് കാണാം.